നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് സ്ട്രീമിൽ ഡിൻസ്റ്റർ കോൺഫിഗർ ചെയ്യുന്നതാണ്. ഓൾറെഡി ഇത് കോൺഫിഗർ ആണ്. ജസ്റ്റ് ഒരു സിം ആഡ് ചെയ്ത് ഒരു എക്സ്റ്റൻഷനിലേക്ക് ഇങ്ങനെ അസൈൻ ചെയ്യുന്നു. അതേപോലെ എക്സ്റ്റൻഷനിൽ നിന്ന് തിരിച്ച് ആ സിം ത്രൂ പുറത്തേക്ക് കോൺടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിൻസ്റ്റർ വരുന്നത്. സോ ആദ്യമേ തന്നെ ഡിൻസ്റ്ററിൽ ഈ കോൾ കോൺഫിഗറേഷനിൽ എൻ്റെ വരുന്നത് ഈ മൊബൈൽ ഇൻഫർമേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ 7th സ്ലോട്ടിലാണ് സിം പുതിയതുള്ളത്. അപ്പോൾ അതാണ് ആഡ് ചെയ്യുന്നത്. കോൾ കോൺഫിഗറേഷനിൽ വരിക, പോർട്ട് ഗ്രൂപ്പ് കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഓൾറെഡി 6 സിം ഇവിടെ കിടക്കുന്നുണ്ട്. 7 സിം കിടക്കുന്നുണ്ട്. 8ാമത്തെ സിമ്മാണ് കോൺഫിഗർ ചെയ്യുന്നത്. 7ാമത്തെ പോർട്ട്. ഓക്കെ, ആഡ് കൊടുക്കുക. ഇൻഡെക്സ് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ട് വരും, ഇല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അൺഅവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഡിഫോൾട്ട് ആയിട്ട് തന്നെ എടുത്ത് പേര് ജസ്റ്റ് പോർട്ട് 7 ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ഓക്കെ, സിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ. ഓക്കെ, അതിനുശേഷം വോയിപ്പ് ഹോട്ട്ലൈൻ്റെ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പാറ്റേണുള്ള നമ്പർ വയ്ക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലാണ് ഇൻബൗണ്ട് കോള് വിളിക്കണം. അതായത് നമ്മുടെ വേവ് ആപ്ലിക്കേഷനിൽ നിന്ന് അല്ലെങ്കിൽ ടെലിഫോണിൽ നിന്ന് കോള് പുറത്തേക്ക് വിളിക്കുമ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഏത് സിമ്മിലേക്കാണ് പോകേണ്ടതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഞാനിവിടെ കൊടുക്കുന്ന പാറ്റേൺ 6792 എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. അത് നമ്മളിവിടെ കൊടുക്കുന്ന പാറ്റേൺ അങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം ഈ രജിസ്റ്റർ ടു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് സിപ്പാണോ നമ്മുടെ ഇത് ഓൾറെഡി രജിസ്റ്റർഡ് ആണ്, സിപ്പ് ട്രങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം പോർട്ട് 7ലാണ് ഉള്ളത്, അത് തന്നെ വിളിക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഇത് അസൈൻഡ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ 6792 എന്ന് പറഞ്ഞ ഒരു കേസും കൂടെ ഉണ്ട്. സൈക്ലിക് അസെൻഡിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. നമ്മളിത് കോൺഫിഗർ ആയിട്ടുണ്ട് 6792 എന്ന് പറഞ്ഞിട്ട്. സോ ഇനി നമുക്ക് IP ടു ഡെലി റൂട്ടിങ്ങിൽ പോവാം. ഇവിടെയാണ് IP ടു ഡെലി, ആ വേർഡിൽ തന്നെയുണ്ട് നമ്മുടെ ഗ്രാൻഡ് സ്ട്രീമിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്നത്. ഓക്കെ, അത് കോൺഫിഗർ ചെയ്യുന്നത്. ഇവിടെ ഒന്നുമില്ല, നേരെ ആഡ് കൊടുക്കുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ പോർട്ട് 7 സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് ഇപ്പോൾ ആഡ് ചെയ്തത് ഇതാണ്. സെലക്ട് ചെയ്തു. അതിനുശേഷം അഡ്വാൻസ് റൂളിൽ പോവുക. ഡെസ്റ്റിനേഷൻ പ്രിഫിക്സ്. ഓക്കെ, ഇതിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. അതായത് പുറത്ത് നമ്മൾ ഒരാളെ വിളിക്കില്ലേ, നമ്മുടെ ഗ്രാൻഡ് സ്ട്രീമിൻ്റെ ഫോണിൽ നിന്നോ അങ്ങനെ വിളിക്കില്ലേ, അപ്പോൾ നമ്മളൊരു പ്രിഫിക്സ് ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പ്രിഫിക്സ് ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. മറ്റേത് ഏത് ഒരു എക്സ്റ്റൻഷനിലേക്ക് ലാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ 3 എന്ന് പറഞ്ഞൊരു പ്രിഫിക്സ് കൊടുത്തു. ഇത് എവിടെയൊക്കെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരാം. 3 എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്പറുകൾ ഓട്ടോമാറ്റിക്കലി എന്താണ് മൊബൈൽ നമ്പർ അടിക്കുന്നത് അത് വരും. പക്ഷേ ഇവിടെ ലാൻഡ് ചെയ്യുമ്പോൾ ഈ 3 എന്ന് പറഞ്ഞ കോൾ എടുക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് 050 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന 3050 എന്നായിരിക്കും. അപ്പോൾ 3 എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ എത്തിസലാത്തിൻ്റെ അക്കൗണ്ട് നമ്പർ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് 3. ഞാൻ ആദ്യത്തെ നമ്പർ ഡിലീറ്റ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്ത പോർട്ട് 7 കോൺഫിഗർ ചെയ്തു. 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. ആദ്യത്തെ ഡിജിറ്റ് അസൈൻ ചെയ്യുക, അല്ല ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, 3 എന്ന് പറഞ്ഞ ഡിജിറ്റ് ഡിലീറ്റ് ചെയ്യണം. ഈ 3 എന്ന് പറഞ്ഞത് നമ്മുടെ ഗ്രാൻഡ് സ്ട്രീമിൽ നിന്ന് വരുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്. അത് ഗ്രാൻഡ് സ്ട്രീമിൽ അവിടെ നിന്ന് കാട്ടിത്തരാം. അതിനുശേഷം ടെലിറ്റ് IP റൂട്ടിങ്ങിൽ വരുന്നു, ആഡ് കൊടുക്കുന്നു. ഇത് പുറത്തുനിന്ന് വരുന്ന കോളിനെ എങ്ങോട്ടേക്ക് റൂട്ട് ചെയ്ത് തുടങ്ങുന്ന പറയാനായിട്ട് ജസ്റ്റ് പേര് കൊടുക്കുന്നു, പോർട്ട് 7. അതിനുശേഷം സോഴ്സ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സിപ്പ് സെർവർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗ്രാൻഡ് സ്ട്രീമിൽ പോകാം. ഗ്രാൻഡ് സ്ട്രീമിൽ വരിക. ഇവിടെ എക്സ്റ്റൻഷൻ 211 ആണ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് മെയിലിൽ. സോ അത് കാട്ടിത്തരാം എവിടെയാണ്. ആദ്യമേ തന്നെ നമുക്ക് ഔട്ട്ബൗണ്ട് പുറത്തേക്ക് വിളിക്കാനുള്ള റൂളുണ്ട്, ഇൻബൗണ്ട് റൂളുണ്ട്. ഓക്കെ, ആദ്യമേ ഒരു ഇൻബൗണ്ട് റൂൾ, അതായത് പുറത്തുനിന്ന് വിളിച്ച് ചെയ്യുക, ലാൻഡ് ചെയ്യണ റൂള് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പുറത്തുനിന്ന് വിളിച്ച് ചെയ്യുക, കോഡ് ഇവിടെ ലാൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ പറഞ്ഞ ഇത് വേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഇതിട്ട് കൊടുത്തില്ലേ 6792 എന്ന് പറഞ്ഞു. അതായത് പുറത്തുനിന്ന് ഒരാൾ ആ സിമ്മിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ ലാൻഡ് ചെയ്യണമെന്ന്
ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6792 എന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വിളിക്കുമ്പോൾ ഈ 6792 എന്ന് പറഞ്ഞൊരു പാറ്റേൺ ആണ് ഈ ഗ്രാൻഡ് സ്ട്രീമിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആർക്കാണോ നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത് അവർക്ക് ഗോൾ ലാൻഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ആഡ് കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം റൂട്ട് നെയിം കൊടുക്കുന്നു. ആ റൂട്ട് നെയിം മൊബൈൽ നമ്പറായിട്ട് സെറ്റ് ചെയ്യാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നമ്പർ കൊടുക്കേണ്ടത്. ഓക്കെ. ഈ പാറ്റേൺ എടുക്കുന്നത്. ഓക്കെ. ഇവിടെ നമ്മളിപ്പോൾ അണ്ടർസ്കോർ ആദ്യമേ കൊടുക്കുക. എന്നിട്ട് പാറ്റേൺ കൊടുക്കുക. 6792. ഈ പാറ്റേണിൽ വരുന്ന കോളുകൾ ഈ റൂട്ടിലേക്കാണ് വരേണ്ടത്. ഈ റൂട്ടിലേക്കാണ് വരേണ്ടത്. ഓക്കെ. 6792 എന്ന് പറഞ്ഞ പാറ്റേൺ കൊടുത്തു. അതിനുശേഷം താഴത്തേക്ക് വരിക. ഇവിടെ ഏത് എക്സ്റ്റൻഷനിലേക്കാണ് പോകേണ്ടത്? ഇപ്പം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് ഇപ്പം ഉണ്ടാക്കിയ എക്സ്റ്റൻഷൻ 211ലേക്കാണ് ലാൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. സേവ് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ വന്ന് 6792 എന്ന് പറഞ്ഞ പാറ്റേൺ വരുന്നത് ഈ പറഞ്ഞ എക്സ്റ്റൻഷനിലേക്ക് ലാൻഡ് ചെയ്യും. അത്രേ ഉള്ളൂ ഈ ഇൻബൗണ്ട് റൂട്ട്. ഇനി ഔട്ട് ബൗണ്ട് റൂട്ട് വരുമ്പോൾ ഇതേപോലെ വരിക. ആദ്യം തന്നെ ഒരു പാറ്റേൺ കോപ്പി ചെയ്യട്ടെ. ഓക്കെ. പാറ്റേൺ കോപ്പി ചെയ്തു. അതിനുശേഷം ഓക്കെ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ആഡ് കൊടുക്കുക. ഒരു പേര് കൊടുക്കണം. ഞാൻ കൊടുക്കുന്നു നാഷണൽ അണ്ടർസ്കോർ ഗ്രാൻഡ് സ്ട്രീം സോറി ഗേറ്റ് വേ 1 ആണ്. പോർട്ട് 7 ആണ്. ഓക്കെ. പോർട്ട് 7. ഓക്കെ. ഇവിടെ നമ്മൾ കൊടുക്കണ്ട. ഓക്കെ. അതിനുശേഷം ഈ ഔട്ട് ബൗണ്ട് നമ്പർ മാച്ചിങ് പാറ്റേൺ ഇല്ലേ, അവിടെ നമ്മൾ കോപ്പി ചെയ്ത പാറ്റേൺ ഇടുക. ഓക്കെ. അതിനുശേഷം താഴത്തേക്ക് വരിക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിലേയിലാണ് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ഓരോ യൂസറിന് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എനേബിൾ സോഴ്സ് കോഡ് ലിസ്റ്റ്. അതിനുശേഷം ഇവിടെ നമ്മുടെ എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ട്രങ്ക് സെലക്ട് ചെയ്യുക. എനിക്ക് വേണ്ടത് ഫസ്റ്റ് എൻ്റെ ഇതിലാണ് വേണ്ടത്. ഓക്കെ. അത് സെലക്ട് ചെയ്തു. ഓക്കെ. ഇവിടുന്ന് പ്രിപ്പൻ്റ്. ഇവിടെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ IP ടി റൂട്ടിങ് പുറത്തേക്ക് വിളിക്കാനുള്ള ഇവിടെ ഒരു നമ്പർ കൊടുക്കണമെന്ന്. ഞാൻ കൊടുത്ത നമ്പർ എത്ര? 3. ഈ 3 എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ. 3 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്തു. സേവ് കൊടുത്തു. ഓക്കെ. അപ്പോൾ നമ്മൾ റൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത റൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക. വെയിറ്റ് ചെയ്യുക. ഓക്കെ. ആക്റ്റീവ് കോഴ്സിൽ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വേവ് ആപ്ലിക്കേഷൻ എടുക്കണേ. വേവ് ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാണ് നമ്പറിലേക്ക്. കോൾ ചെയ്യുന്നു. ആക്റ്റീവ് കോഴ്സിൽ ഒന്ന് നോക്കാം. ആക്റ്റീവ് കോഴ്സിൽ 3 വെച്ച് വന്നല്ലോ. എനിക്കിത് ആ കോൾ റിസീവ് ആയിട്ടാണ് വലിയ ഉണ്ടോ. എനിക്ക് കോള് വന്നു. ബെല്ലടിച്ചു. ഓക്കെ. ഇവിടെ ബെല്ലും ഉണ്ട്. ഓക്കെ. ഈ 3 വെച്ച് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ 3 വെച്ചാണ് IP ടു ടെലിറൂട്ടിങ്. ഞാൻ ഇവിടെ നിന്ന് IP അതായത് എൻ്റെ ഗ്രാൻഡ് സ്ട്രീമിൽ നിന്ന് പുറത്തേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ 3 എന്ന് പറഞ്ഞ പാറ്റേണിൽ വന്നു. ആദ്യത്തെ ഡിലീറ്റ് ആയി. ഓക്കെ. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കോൾ വന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ കട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോൾ കോള് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഞാൻ തിരിച്ചു വിളിക്കാം. എൻ്റെ ഫോണിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിക്കാം. അപ്പോൾ എന്താ സംഭവം നോക്കാം. ഓക്കെ. ഇതാ എനിക്ക് കോള് വരുന്നുണ്ട്. കോള് വരുന്നു. 211 ലാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 211 ലാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ ബെല്ല് കഴിഞ്ഞ് അപ്പോൾ കട്ടായിട്ടുണ്ട്. സോ അപ്പോൾ പ്രോപ്പറായിട്ട് അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ ഒക്കെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ഡിൻസ്റ്ററിൽ നിന്ന് റൂട്ട് ചെയ്ത് ഗ്രാൻഡ് സ്ട്രീമിലേക്കും അതേപോലെ ഗ്രാൻഡ് സ്ട്രീമിൽ നിന്ന് റൂട്ട് ചെയ്ത് ഡിൻസ്റ്ററിലേക്കും പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ അതുപോലെ ഈ നമ്പേഴ്സ് ഏതാ ഈ പറഞ്ഞ നമ്പർ ഓവർലാപ്പ് ആവാണ്ടിരിക്കുക.
അതുപോലെ ഇപ്പൊ 9 ഇട്ട് നമുക്ക് കുറെ ഉണ്ടെങ്കിൽ പല പല ഡീൻസ് ആഡ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 9 പറഞ്ഞിട്ട് അടുത്തേല് ഉണ്ടാക്കുമ്പോൾ 9 പറഞ്ഞിട്ടിട്ട് ഈ റൂളിൽ എവിടെയെങ്കിലുമൊക്കെ മാറ്റം വരാതിരിക്കും. അപ്പൊ അത് ജസ്റ്റ് കോംപ്ലക്സ് ആണ്. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഈ റൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പ്രോപ്പർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ കോഡ് റൂട്ടിങ് സെറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ അത്രയുള്ള ഇന്നത്തെ സെഷൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു.